ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും വി ഡി സതീശനെ അതിശക്തമായി പ്രൊമോട്ട് ചെയ്ത പല വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥയിൽ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മീഡിയ വൺ ചാനലാണ്. മീഡിയ വൺ ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടന്ന ആളുകൾ, പ്രത്യേകിച്ച് സി ദാവൂദ്, സതീശനെ ഇങ്ങനെ നിരന്തരം പ്രശംസിക്കുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി കേസ് വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് കേട്ടപ്പോൾ ഏറ്റവും അധികം ഖിന്നരായതും രോഷാകുലരായതും ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമുന്നത നേതാവ് ജനങ്ങളോട് തെരുവിലിറങ്ങി പോരാടാനായിട്ട് ആഹ്വാനിച്ചു. അതായത് ഈ ഫലസ്തീനിലും മറ്റും നടക്കുന്ന പരിപാടിയുണ്ടല്ലോ, അതുപോലെ ഒന്ന് നടത്താനാണ് ആഹ്വാനിച്ചത്. ഈ ചാനലും അതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. വേണുഗോപാലിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന്, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനായിട്ടുള്ള ആൾ സതീശനാണെന്നൊക്കെ അവർ പറഞ്ഞു. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അവർ വലിയ പുളകം അനുഭവിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു ചെറിയ വീണ്ടും വിചാരം പോലെ തോന്നി തുടങ്ങിയിരിക്കും, ഈ മന്ത്രിസഭയുടെ പോക്ക് അത്ര ശരിയല്ല എന്നാണ് അതിലെ അടുപ്പ് കൂട്ടുകാരും അടുപ്പ് കൂട്ടാതെ ചർച്ച ചെയ്ത് ഓരോ ആളുകൾ പറയുന്നത്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞാ വേളയിൽ വന്ദേമാതരം ആലപിച്ചപ്പോൾ സതീശൻ എഴുന്നേറ്റതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി എഴുന്നേൽക്കേണ്ടി വന്നത്. സതീശന് കുഞ്ഞാലി എഴുന്നേറ്റതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ എഴുന്നേൽക്കേണ്ടി വന്നത്. അത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ അതിന് വലിയ യുക്തിയുണ്ടോ? കാരണം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ, എത്ര മണിക്ക് തുടങ്ങും, എത്ര മണിക്ക് തീരും, ആദ്യം വന്ദേമാതരമാണോ ദേശീയഗാനമാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയിച്ചിട്ടാണ് തുടങ്ങുക. അതുമാത്രമല്ല, ഈ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് പോട്ടെ എന്ന് വയ്ക്കാം, 2, 3, 4 ഖണ്ഡികളൊക്കെ പാടുന്ന സമയത്ത് സതീശൻ അവിടെ ഇരിക്കാൻ വരുന്നില്ലേ? പുള്ളി അതുകൊണ്ട് ഇരുന്നില്ല. പുള്ളി ഇരുന്നെങ്കിൽ ബാക്കിയുള്ളവർ ഇരുന്നേനെ, ഗവർണർ മാത്രമേ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് വന്ദേമാതരം. രണ്ടാമത്തേത്, ഈ ലീഗ് മന്ത്രിമാരടക്കം അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ അത് ദൈവത്തിൻ്റെ പേരിൽ ചെയ്ത് കാലാകാലങ്ങളായിട്ട് തുർക്കിത്തൊപ്പി വച്ച് സത്യപ്രതിജ്ഞ ചെയ്തവർ ഇത്തവണ തുർക്കിത്തൊപ്പി വയ്ക്കാതെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, ഗവർണറുടെ താല്പര്യപ്രകാരമാണ്, ഇത് ചെയ്തില്ലെങ്കിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമായിരുന്നില്ല എന്നതുകൊണ്ട് ചെയ്തതാണ് എന്ന് വിചാരിക്കാം. പക്ഷേ ഈ വി ഡി സതീശൻ ഈ സ്വന്തം പേര് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വി ഡി സതീശനായ ഞാൻ എന്ന് സത്യം ചെയ്തതിന് പകരം വടശ്ശേരിൽ ദാമോദര മേനോൻ സതീശൻ എന്ന് മുഴുവൻ പേര് പറഞ്ഞത് എന്തിനാണ്? അത് വളരെ വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇദ്ദേഹം ഇത്ര നാൾ വി ഡി സതീശൻ മാത്രമായിരുന്നു. ഇപ്പോഴാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശനായി മാറിയത്. സതീശൻ പറയുന്ന പുള്ള പാസ്പോർട്ടിലെ പേര് അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ വാർത്ത വന്ന സമയത്തോട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമുണ്ട്, സതീശൻ്റെ പേര് മാധ്യമങ്ങൾ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെറും ദാമോദരൻ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ചില ദുരർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും പുള്ളി ദാമോദര മേനോൻ എന്ന് തിരുത്തിയത് എന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ദാമോദര മേനോനാണ്. ഇനി അച്ഛൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ പോലും അതിവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് അടുപ്പൂട്ടി ചർച്ചക്കാർ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതാരെന്നറിയോ? ഈ മേനോൻ എന്ന പേര് പറഞ്ഞാൽ വലിയ വിഷമമുള്ള ഒരാൾ നിഷാദ് റാവുത്തർ എന്ന് പറയാനായിട്ട് പുള്ളിക്ക് യാതൊരു ഉളുപ്പുമില്ല, യാതൊരു ചമ്പലുമില്ല. റാവുത്തരാണെന്നല്ല അത് അഭിമാനിക്കും. നേരെ മറിച്ച് സതീശൻ്റെ അച്ഛൻ ദാമോദര മേനോൻ ആയിരുന്നു എന്ന് പറയാൻ പാടില്ല എന്നാണ് റാവുത്തർ പറയുന്നത്. പറയുന്ന റാവുത്തരായിട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ മാർഗമുള്ളൂ. അതും പോട്ടെ എന്ന് വെക്കാം. അദ്ദേഹത്തിൻ്റെ രജിസ്റ്ററിൻ്റെ പേര് നിഷാദ് റാവുത്തർ എന്നാണ്. പുള്ളിക്ക് അത് ഗസറ്റിൽ കൊടുത്ത് റാവുത്തരെ ഡിലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലാത്തതുകൊണ്ടാണ്. സമയം കിട്ടുമ്പോൾ പുള്ളി അത് ചെയ്യും. ഞാൻ പറയാൻ പോകുന്നത് പ്രമോദ് രാമൻ്റെ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ എ പ്രമോദ് എന്നാണ്, എ വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ ഏറ്റവും ആദ്യം വാർത്ത വായിക്കുന്ന ആളാണ് പ്രമോദ് രാമൻ. അദ്ദേഹം സുബോങ് ബേ എന്ന സ്ഥലത്താണ് വാർത്താ വായന തുടങ്ങിയത്. അത് ഫിലിപ്പീൻസിലാണ്. പിന്നെ സിംഗപ്പൂർക്ക് മാറി, പിന്നെ മദ്രാസിലേക്ക് മാറി, പിന്നെ തിരുവനന്തപുരത്തേക്ക് മാറി. പുള്ളിയറക്കോടത്തുനിന്ന് പിന്നീട് വാർത്ത വായിച്ചു. പിന്നെ അത് ഇന്ത്യ മിഷൻ ചാനലിൽ ചേർന്നു. അപ്പോൾ കളഞ്ഞു. പുള്ളി വെറും പ്രമോദായി. വാർത്താ വായനക്കാരൻ പ്രമോദ്, ചർച്ച നടത്തുന്നത് പ്രമോദ്. അത് കഴിഞ്ഞ് മനോരമ ചാനൽ തുടങ്ങിയപ്പോൾ പുള്ളി അവിടെ ചേർന്നു. അപ്പോഴാണ് പുള്ളി സ്വന്തം പിതാവിനെ കണ്ടെത്തിയത്, പേര് കൂട്ടി ചേർത്തു, പ്രമോദ് രാമൻ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് രാമൻ എന്നുള്ളത് മനോരമയുടെ ഒരു കച്ചവട തന്ത്രമാണ്. അവിടെ വരുന്ന ആളുകൾക്ക് പേര്, അച്ഛൻ്റെ പേരൊക്കെ അവർ സപ്ലൈ ചെയ്യും. ഇപ്പോൾ നിഷ പുരുഷോത്തമൻ, അവരുടെ പേര് നേരത്തെ പുരുഷോത്തമനുണ്ട്. ഷാരി പ്രഭാകരൻ, TP ഷാരി എന്ന പേരിലാണ് ഇവർ ഇന്ത്യ മിഷനിൽ വായിച്ചത്. മനോരമ ചെയ്തപ്പോൾ TP ഷാരി പോരാ, അതിനൊരു ഗുമ്പുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഷാരിയുടെ അച്ഛൻ്റെ പേര് ചേർത്തു.
ഷാരി പിന്നീട് കല്യാണം കഴിച്ചതിന് ശേഷവും ഭർത്താവിൻ്റെ പേര് കൂട്ടിയില്ല. കാരണം ഭർത്താവ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് മനോരമ ചാനലിൽ അതിന് വിലയില്ല. അതുകൊണ്ട് ഷാരി പ്രഭാകരനായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ഷാരി പ്രഭാകരനായിട്ട് തുടരുന്നു. ഇനി ഷാരി മീഡിയ വൺ ചാനലിൽ ചേരാൻ സാധ്യതയില്ല. ചേരുകയാണെങ്കിൽ അതനുസരിച്ച് പേര് ചിലപ്പോൾ മാറ്റേണ്ടി വരും. പക്ഷേ ഈ പ്രമോദ് രാമൻ അദ്ദേഹം മീഡിയ വൺ ചേർന്നതിന് ശേഷം പ്രമോദ് രാമനായിട്ട് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റണ്ടേ? ഈ രാമൻ എന്ന് പറഞ്ഞ ഒരു മഹാബൂർഷ്വ ദൈവമായിരുന്നല്ലോ, അയാളുടെ പേരെന്തിനും ഇയാൾ കൂടെ വെച്ചിട്ടുണ്ട്. അത് മാറ്റണ്ടേ? അത് മാറ്റിയതിന് ശേഷം വേണ്ട വടശ്ശേരി ദാമോദരൻ പേരിൻ്റെ പുച്ഛിക്കാനായിട്ട്. കാരണം മീഡിയ വൺ ചാനലിൽ ഉയർത്തിപ്പിടിക്കുന്ന കീഴാള ദർശനം അനുസരിച്ചിട്ടാണ് ഇയാളുടെ പേര് പ്രമോദ് രാവണൻ എന്നാക്കി മാറ്റണം. അത് മാറ്റാതെ ഇപ്പോഴും പ്രമോദ് രാമനായിരുന്നുകൊണ്ട് വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പേര് വെച്ച് തെറ്റാണ് എന്ന് പുള്ളി വാദിക്കുകയാണ്. പിന്നെ പ്രമോദ് രാമൻ എന്തും വാദിക്കാം എന്നുള്ളതുകൊണ്ട് നമ്മളതൊക്കെ ക്ഷമിക്കുകയാണ്, പൊറുക്കുകയാണ്, പോട്ടെന്ന് വയ്ക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് ഇതുമല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അത് ഭയങ്കര തെറ്റായിപ്പോയി എന്ന് മാർക്സിസ്റ്റുകാർ പറയും, അത് മഹാമര്യാദ നടന്ന് BJP-ക്കാരും പറയും. പക്ഷേ ഇത് തന്നെ മീഡിയ വൺ ചാനൽ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? മീഡിയ വൺകാർ പറയുന്നത് അത് അത്ര ശരിയായില്ല, നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല, ഭരണഘടനാപരമായിട്ട് തെറ്റൊന്നുമില്ല, പക്ഷേ ധാർമ്മികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. കാരണം രത്തൻ യു കേൽക്കർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ആളാണ്. അപ്പോൾ BJP-ക്കാർ ഇതുപോലെ ബംഗാളി ചെയ്തു, അത് തെറ്റാണ്. ആ തെറ്റ് ഇപ്പോൾ ശരിയായി പോകും. കാരണം എന്താ, രത്തൻ കേൽക്കർ കാര്യം സത്യസന്ധനാണ്, അഴിമതിക്കാരനല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകാൻ വേണ്ടി യോഗ്യതയൊക്കെ ഉള്ള ആളാണ്. എങ്കിൽ പോലും ഈ രത്തൻ കേൽക്കർ വെച്ച് തെറ്റായ നടപടി അത് ധാർമ്മികമായിട്ട് ശരിയല്ല എന്നാണ് മീഡിയ വൺകാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ധാർമ്മികതയുടെ ഒരു അളവുകോലുമായിട്ട് ഇവർ രംഗത്തിറങ്ങിയിരിക്കണം. അതിലും വലിയൊരു പ്രശ്നമുണ്ട്. റോയ് മാത്യുവിനെ ഇവർക്ക് ഇഷ്ടമല്ല. റോയ് മാത്യു ഒരു മുസ്ലിം വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇസ്ലാമോഫോബാണ്. അയാളെ മുഖ്യൻ്റെ സെക്രട്ടറി ആക്കി, അല്ല പ്രസ് സെക്രട്ടറി, മീഡിയ സെക്രട്ടറി ആക്കിയത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ആളിലൊക്കെ ഇവർ ഉടനെ തന്നെ നീക്കം ചെയ്യും. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ കൂടിയിട്ട് തീരുമാനിച്ച കുറേ ആളുകളുടെ പേര് ലിസ്റ്റ് കൊടുക്കും. അതിൽപ്പെട്ട ആളുകളെ ഏത് പോസ്റ്റിൽ വേണമെങ്കിൽ വയ്ക്കാം. ഇപ്പോൾ കേരളത്തിൽ മരാമത്ത് വകുപ്പിൽ ചീഫ് എഞ്ചിനീയറായിട്ട് വെക്കണം, അല്ല സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ട് വെക്കണമെങ്കിൽ, ഇനി സംഗീത അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ നിയമിക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് കോഴിക്കോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവർ ഹിറ സെൻറ്ററിൽ സംഘം ചേർത്ത് തലപോഞ്ഞ് ആലോചിക്കും, ഇവൻ ആൾ മതേതരനാണോ അതോ സംഘപരിവാറുകാരനാണോ കാസക്കാരനാണോ കൊള്ളരുതാത്തവരാണോ എന്നൊക്കെ തീരുമാനിച്ച് അവരുടെ കൊടുക്കുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ആളുകളെ നിയമിക്കാൻ. മുഖ്യമന്ത്രിയുടെ പേരോ അച്ഛൻ്റെ പേരോ ഞങ്ങൾക്ക് ഇവർ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ തിരുത്തണം. അവർ പറയുന്ന രീതിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള പിന്തുണ പൂർവ്വകാല പ്രാബല്യത്തോടെ പിൻവലിക്കും. പിന്നെ സതീശനെ സംഘിച്ചാപ്പി അടിക്കും. ഇപ്പോൾ സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയില്ല, അത് തെറ്റാണ്. ഗുരുവായൂർ ഒരു സവർണ്ണ ക്ഷേത്രമാണ്. ഈ സതീശന് പോയ തിരുവനന്തപുരമെങ്കിൽ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭദ്രകാളി കാവിൽ പോകാം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഈ സവർണ്ണ ക്ഷേത്രമായ ഗുരുവായൂരിൽ പോയത് ശരിയല്ല എന്ന രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ സംഗതി എത്ര ഉള്ളൂ, ഇനി മേലിൽ മൗദൂദികളുടെയും അവരുടെ ചാനലിൻ്റെയും അനുവാദമില്ലാതെ അംഗീകാരം കൂടാതെ ഒരു നിയമനവും നടത്താൻ പാടില്ല, ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഇത് കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സതീശന് കൊള്ളാം, അല്ലെങ്കിൽ ആർക്ക് പോയി, അല്ലെങ്കിൽ ഇവർ സതീശന് കൊടുത്ത പിന്തുണ പിൻവലിച്ച് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലയോ അതുമല്ലെങ്കിൽ PC വിശ്വനാഥനെയോ ഇവരാരുമല്ലെങ്കിൽ അവരുടെ സ്വന്തമായ ഇപ്പം തൽക്കാലം ഒന്ന് പിന്തുണ പിൻവലിച്ച് നിൽക്കുകയാണ് ഷാഫി പറമ്പിലിനെയോ ആ സ്ഥാനത്തേക്ക് കൂടും. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ സതീശനോട് പറയാം.